എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ വെള്ളം വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭയങ്കര ചൂടല്ലേ, ഈ ചൂടത്ത് നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു പുഷ്പം കൊണ്ട് നമുക്കൊരു സ്ക്വാഷ് ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ പൂക്കുന്ന കുറച്ച് പൂക്കളുണ്ട് കേട്ടോ. ഒന്ന് കൊന്നപ്പൂവ്, ചെമ്പരത്തി, പിന്നെ ബോഗൺവില്ല, അങ്ങനെയൊക്കെയുള്ള ചില റോസകൾ. ഇതൊക്കെ ഈ ചൂട് സമയത്ത് ധാരാളം പൂക്കൾ തരുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് പൂക്കൾ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് കൊന്നപ്പൂവും ചെമ്പരത്തിപ്പൂവാണ്. പക്ഷെ ചെമ്പരത്തിപ്പൂ വെച്ച് നമുക്ക് നല്ല അടിപൊളി ഒരു സ്ക്വാഷ് ഉണ്ടാക്കാം. ഇഷ്ടം പോലെ പിടിച്ചെടുപ്പുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു തന്നത് കേട്ടോ. കണ്ടില്ലേ, കുറേ ചെമ്പരത്തിപ്പൂവുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് ശംഖുപുഷ്പം കൂടെ ഉണ്ട്. കിട്ടിയതുകൊണ്ട് ഞാൻ ആ ശംഖുപുഷ്പം കളഞ്ഞില്ല, അതും കൂടെ ഇതിനകത്തിൽ ഉണ്ടെങ്കിൽ ഇട്ടോ കേട്ടോ. കുറച്ച് വെള്ള ശംഖുപുഷ്പവും കുറച്ച് ചുമന്ന നീല ശംഖുപുഷ്പവും ചെമ്പരത്തിപ്പൂവും, പിന്നെ അതിന് വേണ്ടുന്ന ഒരു നാരങ്ങ നീര്, ഒരു ഗ്ലാസ് പഞ്ചസാര. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെമ്പരത്തിപ്പൂവെല്ലാം ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇടുക. നല്ല വൃത്തിയായിട്ട് കഴുകി തോത്തി വെച്ചേക്ക് ഇതിനകത്തോട്ട് ഇടുക. എൻ്റെ തണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ ഇതിനകത്തിടുക. നല്ല വൃത്തിയായിട്ട് തിളപ്പിക്കുക. തിളയ്ക്കുമ്പോഴേ എൻ്റെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ. അപ്പോൾ അടിപൊളി ഒരു സ്ക്വാഷാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി വീട്ടിൽ വെക്കാൻ പറ്റുന്ന, ആരെങ്കിലും വിശേഷിച്ച് വന്ന ഉടനെ ഒരു നാരങ്ങയും കുറച്ച് കസസും ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടൊരു ഒരു വെള്ളം കുറച്ച്. ഇവിടെ പിന്നെ ഇന്ന് കാണിക്കാൻ ഐസില്ല, എല്ലാവരും ഐസ് വേണ്ടുന്നവർ ഐസ് ആക്കി വെച്ചിരുന്നാൽ മതി. ഐസും ഇതും കൂടെ ഇട്ട് എല്ലാവർക്കും കൊടുക്കും. നല്ലോണം തിളച്ച് കുറച്ച് വേവണം. ചിലവർക്കൊക്കെ അറിയാം, ചിലവർക്ക് അറിയത്തില്ല. അറിയാത്തവർക്കുള്ള ഒരു വീഡിയോസാണിത് കേട്ടോ. ഇത് ഏറ്റവും ശരീരത്തിൽ ചെല്ലുന്നത് ചെമ്പരത്തിപ്പൂവും നമ്മുടെ ശംഖുപുഷ്പമൊക്കെ ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതാണ്, രക്തത്തിന് നല്ലതാണ്. നല്ല രക്തം ഉണ്ടാവാൻ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ നീര് ഏറ്റവും നല്ലതാണ്. എന്നിട്ട് ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ മാറ്റാൻ ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ കളറ് കണ്ടോ. നമ്മൾ ഈ വെറുതെ പൂത്ത് വാട്ടിക്കളയുമ്പോൾ ആലോചിക്കണം ഇതൊക്കെ നല്ലതാണെന്ന്. അപ്പോൾ എല്ലാവരും ഇത് ശ്രമിച്ചിത് ചെയ്യണം. കണ്ടോ, ഈ കളറിനൊക്കെ നമ്മൾ ഒരു പൊടികളും ചേർത്ത കളറല്ല, ഒറിജിനൽ കളറാണ് കേട്ടോ. കണ്ടോ, നാച്ചുറലായ നല്ല പ്രകൃതിയിലെ കളറ്. അതാണ് ഏറ്റവും മെയിൻ. പ്രകൃതി നമുക്ക് തരുന്ന വരദാനമാണ് ഈ കളറ്. കണ്ടില്ലേ. അപ്പോൾ ഇത് നല്ലോണം തിളയ്ക്കട്ടെ. നമ്മളിപ്പോൾ ഈ പൂവിൻ്റെ ഇതെല്ലാം ഈ സത്തെല്ലാം ഇറങ്ങിയ ശേഷം ഈ വേസ്റ്റ് നമ്മൾ എടുക്കും. ഇതിങ്ങനെ വേസ്റ്റ് എടുക്കും. ഇത് നമ്മൾ കളയണ്ട. ഇത് തണുപ്പിച്ചിട്ട് തല തേച്ച് കഴുകാൻ, നമ്മളെ തലമുടി തേച്ച് കഴുകാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ സത്ത് പോയെങ്കിലും ഇതിനകത്ത് കൊഴുപ്പുകൾ വീണ്ടും ധാരാളം കാണുമേ. ഇത് നമ്മൾ ദേഹത്ത് തേച്ച് കുളിക്കുക, തലമുടി തേച്ച് കഴുകുകയൊക്കെ ചെയ്താൽ മുടിയൊക്കെ നല്ല ഗ്ലേസിങ് ആയിട്ട് കിടക്കും കേട്ടോ. അപ്പം നമുക്ക് ഇത് മാറ്റാം. എല്ലാം മാറ്റി ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ട് നല്ലോണം കുറുക്കിയെടുക്കണം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഉപയോഗം അറിയാമല്ലോ, മുടി വളരാനും എണ്ണ കാച്ചി തേക്കാനും ഒക്കെ ഏറ്റവും നല്ലതെന്ന്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല പ്രയോജനമുള്ള ഒരു നീരാണിത് കേട്ടോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവരും ഇപ്പോൾ ധാരാളം കിട്ടുന്ന സമയത്ത് ഇതെല്ലാം ചെയ്ത് വയ്ക്കണം. മധുരം ഇടാതെ ആക്കി വെച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നമുക്കിപ്പോൾ ആരെങ്കിലും വന്നാലൊക്കെ പെട്ടെന്ന് ഇത്തിരി വെള്ളം കൊടുക്കാൻ വേണ്ടി ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ശ്രമിക്കണം. മധുരം ഇല്ലാതെ ആക്കി വെച്ചിരുന്ന ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവർക്കും മറ്റ് മധുരം കഴിക്കാത്തവർക്കും എല്ലാം മധുരം ഇല്ലാതെ നാരങ്ങ നീര്, ഉപ്പിട്ട് ശകലം ഉപ്പൊക്കെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കുടിക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലോണം പഞ്ചസാരയൊക്കെ നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു നാരങ്ങ നീരാണ്.
ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 പട്ട. ഇത്രയും സാധനങ്ങൾ ചേർത്താൽ മാത്രം മതി. പട്ടയൊക്കെ ഇഷ്ടം പോലെ കാണുമല്ലോ. അതും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് തണുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്ക്വാഷ് റെഡി ആയിട്ടിരിക്കും. കണ്ടില്ലേ എന്ത് രസമുണ്ട് കാണാൻ. ഇനി നമുക്കിത് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്നും വേണ്ടത് തണുത്ത് കഴിയുമ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് എടുക്കുക. 2 സ്പൂൺ ഒഴിക്കുക. ഇച്ചിരി കസകസ് കലക്കി വെച്ചേക്കുക. ആരെങ്കിലും വരുന്നുടനെ അതും കുറച്ചിടുക. വെള്ളം ഒഴിക്കുക. കണ്ടില്ലേ ചുവപ്പ് കളറാണ് കേട്ടോ. കണ്ട ഇത് രസമായിട്ടിരിക്കുന്നതെന്നറിയാമോ? നല്ല രസമുള്ള നല്ലൊരു പാനീയമാണ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു കളറാണിത് കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റുമാണ്. ആർക്ക് വന്നാലും ഒഴിച്ച് പെട്ടെന്ന് നമുക്ക് ഒരു വെള്ളം കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് കണക്ക് ചെയ്ത് നോക്കണം. ഇത് കുടിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കണ്ടില്ലേ ഇനി നമ്മളെ വീട്ടിൽ പുതിനയോ തുളസിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. മധുരം ആവശ്യമുള്ളവർക്ക് പിന്നെ മധുരം വേണമെങ്കിൽ ഇത്തിരി കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴും തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ല അടിപൊളിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടില്ലേ അടിപൊളിയല്ലേ? പുതിനയൊക്കെ നമ്മുടെ വീട്ടിൽ വളരുന്നത്, തുളസിയൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല എനർജിക്കായ ഒരു പാനീയമാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി കുടിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ കുപ്പിയിൽ ഒഴിച്ചൊന്ന് കാണിക്കാം കേട്ടോ. കളർ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ കുപ്പിയിൽ ഒഴിക്കാന്ന് പറയുന്നത് കേട്ടോ. ഈ പട്ട ഇതിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഒരു പൊടിയും ചേർക്കാതെ നല്ല റെഡ് കളറിലായിട്ട് ഇരിപ്പുണ്ട് കണ്ട. ഇത് ഇങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. ഫ്രിഡ്ജിലിരുന്നാൽ മതി. ഇപ്പോൾ നല്ലോണം തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ.